ഹലോ, ഞാൻ MC. എന്നെ അറിയാമോ? അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് മൈൻക്രാഫ്റ്റിൻ്റെ ലെറ്റ്സ് പ്ലേ വീഡിയോ ആയിട്ട്. അപ്പം ഇതുവരെയായിട്ട് വീഡിയോക്ക് ലൈക്ക് അടിച്ചിട്ടുണ്ട്, ലൈക്ക് അടിച്ചാൽ സബ്സ്ക്രൈബ് പിന്നെ ബെല്ലൈക്കൺ ഓൺ ആക്കിയിട്ടേക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഷീപ്പ് ഫാമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. തമ്മിലാണ്ട് മനസ്സിലായി കാണും. ഷീപ്പ് ഫാം ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് അടുത്ത എപ്പിസോഡിൽ അല്ലെങ്കിൽ അതിൻ്റെ എപ്പിസോഡിന് എത്ര കാർമറാവാം. അപ്പോൾ ഷീപ്പ് ഫാം ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ ആവശ്യം വരും. പറഞ്ഞു എലേറ്ററാ നമുക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ എന്തായാലും കിട്ടി. ഇറങ്ങി. ഓക്കെ, ഷീപ്പ് 1 2 3 4 എണ്ണം ഉണ്ട്. കുറച്ച് ബ്രീഡ് ചെയ്യിപ്പിച്ചേക്കാം. മൂന്നെണ്ണം വേണം നമുക്ക്. ഇവിടെ ഇരിക്കുന്ന എല്ലാ വീറ്റും ഞാൻ ഇങ്ങനെ എടുക്കട്ടെ. ഉയ്യോ, ചത്താടാവേ. മഴ ആയതുകൊണ്ട് അവൻ ഇറങ്ങാൻ പറ്റൂല. ചത്തെന്ന് ഞാൻ വിചാരിച്ചടാ. 11 അറ്റാക്ക് ഞാൻ ആ സമയത്ത് എലേറ്ററല്ലേ ഇട്ടിരുന്ന, അതുകൊണ്ട് ചത്തെന്ന് ഞാൻ വിചാരിച്ചു. ഇപ്പോൾ കുഴപ്പമില്ല, അവൻ പോയി ചത്ത്. അങ്ങനെ ഇത് ലാസ്റ്റ് കഴിഞ്ഞു. ബാക്കി മിച്ചം ഒന്ന് സീഡ് തേയിൻ്റെ അകത്തോട്ട് വെക്കാം. രാത്രിയാണ് എത്രോട്ടെന്ന് ഇപ്പല്ലേ ഉറങ്ങി. തണ്ടർ സ്ട്രോങ് ആണ് ഗൈസ്. 11 അവിടെ TP അടിച്ച് കളിക്കുന്നു. ഞാൻ എന്തായാലും പോണു ബേസിലോട്ട് തിരിച്ച്. ഉറങ്ങണം ഗൈസ്, അല്ലെങ്കിൽ പണി കിട്ടും. ഞാൻ വിചാരിച്ചില്ല തണ്ടർ സ്ട്രോങ് ആയിരുന്നു ഗൈസ്. ഓക്കെ, തണ്ടർ സ്ട്രോങ് ആയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. നമുക്ക് ആദ്യം തന്നെ കുറച്ച് അയൺ വേണം, ഹോപ്പർ വേണം. ഹോപ്പർ വിത്ത് മൈൻകാർഡും വേണം നമുക്ക്. അയഫാമി ഇപ്പം കുറച്ച് അയണുണ്ട്. ഇത് തികഞ്ഞോളൂ എല്ലാത്തിനും. ഒരു സ്റ്റാക്ക് എക്സ്ട്രാ ആയിരിക്കട്ടെ. ഓക്കെ, ലെറ്റ്സ് ഗോ. 4 ചെസ്റ്റ് റെഡി. പിന്നെ അല്ല, ഷീപ്പ് ഫാമിനായിട്ട് ചെസ്റ്റ് വേണമല്ലോ, അതും ഉണ്ടാകാം. 2000 years later. ഈ ഒരൊറ്റ റെയിൽ കഴിഞ്ഞ് ഇനി നമുക്ക് ക്രാഫ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു നല്ല സ്ഥലം നോക്കണം. എൻ്റെ വീടിൻ്റെ പുറകുവശത്ത് ഉണ്ടാക്കടാ. കാര്യം മിക്കപ്പോഴും വീട്ടിലാണ് കറ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ AFK അയക്കണം കേട്ടോ. ഇതൊക്കെ ഇതാവുന്നതിൽ തന്നെ അതും അയച്ചോളൂ. സോ 3 എണ്ണം അത് ഇവിടെ ഇങ്ങനെ ആയിട്ടുണ്ടാകാം, ഇവിടെ ആയിട്ട്. അപ്പോൾ 3 എണ്ണത്തിനായിട്ട് ഫസ്റ്റ് തന്നെ ആദ്യം ഉണ്ടാക്കാൻ തുടങ്ങാം. നമുക്ക് ഗ്ലാസ്സും എടുത്തിട്ട് വരാം. ഓക്കെ, ഇനി നമുക്ക് ഷവൽ എടുക്കണം. എന്നിട്ട് ഇവിടെ 1 കുഴിച്ചിട്ട് ഇവിടെ ആയിട്ട് ഇങ്ങനെ കുഴിക്കണം. അപ്പോൾ എൻ്റെ കണക്കൂട്ടിൽ ശരിയാണെങ്കിൽ ഇവിടെ 2 ചെസ്റ്റ് വരും. കണക്റ്റ് ആയില്ലടാ, ചെസ്റ്റ് കണക്റ്റ് ആവണമായിരുന്നു. ഓക്കെ, കണക്റ്റായി. ഇനി ഈ മൈൻ കാർഡ് എടുക്കണം. അല്ല, മൈൻ കാർഡല്ല ഇത്. ഇവിടെ ഒരു റെയിൽ വെച്ച് ഇവിടെ ഇതും വെച്ച് തള്ളാൻ പാടില്ല. എന്ത് വന്നാലും തള്ളാൻ പാടില്ല. സ്കിൽ ടച്ചിന് പിക്കാസ് വെച്ച് പണിയെടുക്കാം. ഇതാകുമ്പോൾ സ്റ്റോൺ കിട്ടും. ഒരു പ്ലാങ്ക് കൂടെ വെക്കാം. സെറ്റ്. ഇനി ഇവിടെ എന്ത് ഡ്രോപ്പ് ആയാലും ഇത് എടുക്കേണ്ടതാണെന്ന് നോക്കാം. ടെസ്റ്റ് ചെയ്യണം ഗൈസ്. ടെസ്റ്റിംഗ് ഈസ് ടെസ്റ്റ്. എടുക്കുന്നുണ്ട്. അത് കറക്റ്റ് ചെസ്റ്റിലും വരുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ടോ. ഇവിടെ എന്തായാലും വുഡ് വെച്ച് തൽക്കാലം കവർ ചെയ്യാം. സാൻഡാണോ ഇത്? സാൻഡല്ല, ഈ ഡേർട്ട്. സെറ്റ്.
ഇനി ഗ്ലാസ് വെക്കണം. ഗ്ലാസ് ഇവിടെ ഗ്ലാസ് വെക്കണ്ട. അവിടെ കുറച്ച് പരിപാടിയുണ്ട്. ഇവിടെയാണ് നമുക്ക് വെക്കേണ്ടത്. ഇത് നമുക്ക് 2 സാധനം കൂടെ വേണം വേണ്ടി വരും ഗൈസ്. 1 ഒബ്സർവർ, 2 ഡിസ്പെൻസർ. ഓക്കെ, ഇനി നമുക്ക് ഈ ഡേറ്റ് ബ്ലോക്ക് നോക്കിക്കൊണ്ട് ഈ ഒബ്സർവർ വെക്കേണ്ടി വരും. ഈ സംഭവം കണ്ട ആരോ ഇത് ഇങ്ങോട്ട് വരണം. കറക്റ്റ് ഈ ബ്ലോക്ക് നോക്കിക്കൊണ്ട് അവിടെ തന്നെ ഇത് വെക്കണം. അവിടെ നോക്കിക്കൊണ്ട് തന്നെ നമ്മുടെ സ്വന്തം ഡിസ്പെൻസർ ഇറക്കണം. അതിങ്ങനെ വെക്കണം. പിന്നെ ഇത് വെച്ച് ഒരു 3 ഷെയർ ഇപ്പോൾ തൽക്കാലം ഉണ്ടാക്കണം. ജസ്റ്റ് ഷെയർ ചെയ്യാൻ വേണ്ടി. ഓക്കെ, സെറ്റ്. ഇതിൻ്റെ അകത്തായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തൊരു കൈയാണ് എടുക്കുക. ഇനി നമുക്ക് ഇത് വേണ്ടി ഒരു ലീഡ്. പിന്നെ ഇല്ലേ, നമ്മുടെ ഇൻവെൻട്രിയിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്യാം. വൃത്തിയുടെ പോലെ ഇരിക്കുന്നു. ഇങ്ങോട്ട് ഇനി 11 അവിടം വരെ കൊണ്ടുപോകണം നടത്തിക്കൊണ്ട്. ഇങ്ങോട്ട് വേടാ കള്ളപ്പാട്ടി, അല്ല കള്ളഷീപ്പ്. കൊണ്ടുവന്ന ഷീപ്പ് എങ്ങനെ എത്തുമോ എനിക്കറിയൂല. 2ാമത്തെ ഷീപ്പ് പോവാ. ഇവിടെ ഇവന്മാരെ നീ എങ്ങനെ കൊണ്ടുപോടാ? ഇങ്ങനെയാണെങ്കിൽ അവസ്ഥ ചത്തു പോകുന്നട തന്നെ. എന്താ കാര്യം പറ. പറ അങ്ങോട്ട്. ഈ കൊച്ച് കൊന്നാളയും കേട്ടാ. മിണ്ടായിരുന്നോ? വാടാ ഷീപ്പ്. നിന്നെ കൊല്ലുന്നല്ലേ പറയാം, ഷീപ്പിനെ കൊല്ലുന്ന കാര്യം പറയാ. ഒരു സജീല, ഞാനൊരു കാര്യം ഇപ്പോഴാണ് ശ്രദ്ധിച്ചേ. നീ നോക്കിക്കേ, നിന്റെ മോന്ത ഈ ഷീപ്പിന്റെ മോന്ത ഒരേപോലെയല്ലേ? കളിയാക്കിയിട്ട് പോയി ആ കൊച്ച്. കുഴപ്പമില്ല. ഇനി ഇതേപോലെ തന്നെ അടുത്ത 3 ഉണ്ടാക്കണം. കണ്ട വർക്ക് ചെയ്തണ്ടാ. അവൻ ആ പുല്ല് കഴിച്ചതും അവൻ്റെ അത് ഷെയർ ചെയ്ത് സെറ്റ്. അതേപോലെ ഞാൻ അത് വർക്ക് അയക്കോളൂ. വീണ്. സമാധാനം. ആ ഗ്രാസ് ഉടനെ ഇരുന്നോടാ. എനിക്കൊരു പ്രശ്നവും ഇല്ല. സോ ഗൈസ്, ഇവനെ പിടിച്ച് വെച്ചിട്ടുണ്ട്. എങ്ങനെ പോകുന്നുണ്ട് ഫാമൊക്കെ? ഇത് 3 എണ്ണം തന്നു? 4 എണ്ണം തന്നിട്ടുണ്ട് ഗൈസ്. ഇതില്ലേ ഫസ്റ്റ് ഉണ്ടാക്കിയത്? എത്ര എണ്ണമായി? 12 എണ്ണം. കണ്ടാ ഭയങ്കര ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഇനിയിപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡിൽ നമുക്ക് നെതറൈറ്റ് ആർമർ ഉണ്ടാക്കാനുള്ള ഏകദേശമൊക്കെ കാര്യങ്ങളായിക്കോളൂ. അടുത്ത എപ്പിസോഡ് ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ അടുത്ത എപ്പിസോഡല്ല, വേറെ വല്ല എപ്പിസോഡെന്നാണ് ഞാൻ അടുത്ത എപ്പിസോഡെന്ന് ഉദ്ദേശിക്കുന്നത്. എനിക്ക് ഭ്രാന്തൊന്നുമില്ല ഗൈസ്. അടുത്ത എപ്പിസോഡിൽ തന്നെ പോയി നെതറൈറ്റ് ആർമർ ആവാൻ ഭ്രാന്തൊന്നുമില്ല. എനിക്ക് പെട്ടെന്ന് തന്നെ ആവണമെന്നൊരാഗ്രഹവും ഇല്ല. പതിയെ എതിർത്തിയൊന്നും വേണ്ട, കുറച്ച് ദിവസം അതൊന്നും ആവട്ടെ. ഓക്കെ, ഇനി നമ്മൾ നെതറിൽ പോകാൻ പോവാ. എന്തിനാന്ന് പലർക്കും മനസ്സിലായി കാണും. അത് തന്നെ ഹാപ്പി കാസ്റ്റ്. എനിക്ക് അവനെ കൊണ്ടുവരണം. ഈ വേൾഡ് ഞാൻ കുറേ ദിവസം അതിൻ്റെ അകത്ത് വന്നിട്ട്, ബട്ട് ഹാപ്പി കാസ്റ്റിനെ പോയിട്ടില്ല. ഇനി പേടിക്കണ്ട, ഇനി കുറച്ച് വർഷത്തേക്കുള്ള റോക്കറ്റ് ഉണ്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ. പോയി ഹാപ്പി കാസ്റ്റിനെ കൊണ്ടുവരാം. ഞാൻ റെഡി ഗൈസ്. എനിക്ക് തോന്നുന്നു ഉറപ്പ് ഹാപ്പി കാസ്റ്റിനെ കിട്ടും. ചാവാതിരുന്നാ മതി. ആൻഡർമാൻ എന്തിനാടാ എന്നെ അടിക്കാൻ വന്നേ? വൈരാഗ്യമുണ്ട് ഇങ്ങാണ്ടുണ്ട് ഗൈസ് എന്നോട്. വാടാ, വൈരാഗ്യം തീർക്കാം.
ഓക്കെ ലെറ്റ്സ് ഗോ. ഇതാണ് നെതർ പോർട്ടൽ. അപ്പോൾ ഇവിടെ നിന്ന് നേരെ പോകണം നമുക്ക്. ഓ ചത്തൊന്ന് ചോദിച്ചടേ. ഒയ്യോയ്യോയ്യോ, ഇത് പോഷൻ അല്ലടാ, ലൂട്ടിയല്ല. പോഷല്ല, ബെയ്ഷൻ. ലൂട്ടാ ചാൻസ് കിട്ടി നമ്മൾ ലൂട്ടണം. ഇവിടുന്ന് ചിലപ്പോൾ നമുക്ക് ടെംപ്ലേറ്റ് കിട്ടാൻ. ഫുഡില്ല. തിരിച്ചു വെക്കോ, വന്ന വഴി തിരിച്ചു വെക്കോ ഗൈസ്. എടാ നിനക്ക് ആള് മാറിപ്പോയടാ. അഭി കാസ്റ്റ് ചെയ്യാനല്ല, അല്ല കാസ്റ്റ്. ബൈ കൂട്ടുകാരാ. ഓടാ ഫുഡ് തീർന്നടാ വന്ന വഴിക്ക്. ഒരു കാര്യം ചെയ്യാം, നാളെ പോവാം. ഇന്നത്തെ ദിവസം ശകുന കയറിയപ്പോൾ തന്നെ ഫുഡും തീർന്ന് ഹാപ്പി കാസിനെല്ലാം കണ്ട് എഡർമാൻ്റെ നടിയിട്ട് ശകുന നമുക്ക് നാളെ പോവാം.